തെറ്റുതിരുത്താൻ CPIM തയ്യാറാകുന്നു. സെപ്റ്റംബറിൽ ചേരുന്ന പ്രത്യേക സംസ്ഥാന സമിതി യോഗത്തിൽ മുഖം മിനുക്കൽ നടപടിയും ചർച്ച ചെയ്യും. ദേശീയ തലത്തിൽ ഒരു ബദൽ അനിവാര്യമായ സാഹചര്യത്തിൽ CPIM നീക്കം പാർട്ടിക്ക് പുതിയ ശക്തി പകരുമെന്നാണ് പ്രതീക്ഷ. മെയ് മാസം മുതൽ തുടങ്ങിയതാണ് പാർട്ടിക്കുള്ളിലെ ശുദ്ധീകരണ ചർച്ച. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ദേശീയ നേതൃത്വം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത്. വീഴ്ച സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നായതുകൊണ്ട് തിരുത്തൽ കേരളത്തിൽ തന്നെ തുടങ്ങുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ വരെ ഉൾപ്പെടുത്തിയാണ് പ്രത്യേക സംസ്ഥാന സമിതി യോഗം ചേരുന്നത്. പാർട്ടിയുടെ അടിത്തട്ട് മുതൽ അടിമുടി മാറ്റം, അതേസമയം നേതൃമാറ്റം ഇല്ല. പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള പാർട്ടി ഇടപെടൽ ശക്തിപ്പെടുത്താനും വിപുലീകരിക്കാനും ഊർജ്ജസ്വലമായി മുന്നോട്ടേക്ക് നയിക്കാനും സാധിക്കുന്ന ഒരു പുതുക്കി പണിയുന്ന രീതി ഈ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലൂടെ പാർട്ടി ലക്ഷ്യമിടുകയാണ്. ഭരണപക്ഷത്തെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി മുന്നോട്ടു പോകണമെങ്കിൽ സമ്പൂർണമായ മാറ്റം അനിവാര്യമാണെന്ന് നേതാക്കൾക്കറിയാം. ഇനിയും വൈകിയാൽ അണികൾ നഷ്ടപ്പെട്ടു പോകും. ദേശീയ തലത്തിൽ നടക്കുന്ന നീക്കങ്ങൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ പാർട്ടി ചിന്തിക്കേണ്ട സമയമാണ്. കുറ്റപ്പെടുത്തൽ പോരാ എന്ന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. പാർട്ടി ഇനി മുതൽ ബഹുജന പിന്തുണ നേടാൻ ശ്രമം തുടങ്ങിയെന്നാണ് നേതാക്കൾ പറയുന്നത്. അകന്നുപോയവരെ ഒപ്പം എത്തിക്കും, അതൃപ്തരെ തിരുത്തും. നഷ്ടപ്പെട്ട വോട്ടുകൾ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരിച്ചു പിടിക്കാനാണ് പാർട്ടിയുടെ നീക്കം. ഡൽഹി സമരവും യുവാക്കളുടെ പങ്കാളിത്തവും പാർട്ടിക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.